ഹായ് എവരിവൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിന്റെ 4th സെമസ്റ്ററിലെ ലീനിയർ ഓൾജിബ്ര എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ സെക്കൻഡിലെ വെക്ടർ സ്പേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ നമ്മളെ ടോപ്പിക് സബ്സ്പേസസ് ആണ്. അപ്പോൾ എന്താണ് സബ്സ്പേസസ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ശരിക്കും നമുക്ക് ഒരു ലാർജർ വെക്ടർ സ്പേസ് ഉണ്ട്, അതിനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലാർജർ വെക്ടർ സ്പേസിന്റെ ഉള്ളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുറച്ച് വെക്ടർ സ്പേസസ് എഗെയിൻ ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ലാർജർ വെക്ടർ സ്പേസസിന്റെ ഉള്ളിലുള്ള ഈ ഒരു സബ്സ്പേസസിനെ നമ്മൾ തിരിച്ചറിയുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഓക്കെ, എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്പേസസ് എന്താണെന്ന് പറയുന്നു, അതിന്റെ ഡെഫിനിഷൻ, എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറയുന്നു, അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ടെർമിനോളജീസ് നോക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. എ സബ്സെറ്റ് W ഓഫ് എ വെക്ടർ സ്പേസ് V is called a subspace of V if W is itself a vector space under the addition and scalar multiplication defined on V. ഒരു സബ്സെറ്റ് എപ്പോഴാണ് വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആണെന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ വെക്ടർ സ്പേസിന്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? ഒരു സബ്സെറ്റ് ഉണ്ട്, W എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഉണ്ട്. ഈ W എന്ന് പറയുന്ന സബ്സെറ്റ് V എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? W Vയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും വെക്ടർ അഡീഷനിലും W എന്ന് പറയുന്ന സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കണം. W എന്ന സെറ്റ് ഒറ്റയ്ക്ക് എടുക്കുക വിത്ത് ദീസ് ടു ഓപ്പറേഷൻസ്, അതെന്തായിരിക്കണം? ഒരു വെക്ടർ സ്പേസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും ആവില്ലേ, ഇതെന്താ ആവാതെ എന്താ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് എപ്പോഴും ആവണമെന്നില്ല. ഞാനൊരു ചെറിയ കേസ് പറയാം. ഇത് W എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു കേട്ടോ. ഈ Vക്ക് ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവും. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 0 എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വെക്ടർ സ്പേസിന് ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ അഡിറ്റീവ് ഐഡന്റിറ്റി ഞാൻ 0 ഇവിടെയാണ്, ഈ Wന്റെ പുറത്താണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്ന സബ്സെറ്റ് എപ്പോഴെങ്കിലും വെക്ടർ സ്പേസ് ആവോ? ഇല്ല, കാരണം ആ ആക്സിയം അവിടെ ഹോൾഡ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ എപ്പോഴും നമ്മൾ എടുക്കുന്ന സെറ്റ് എന്താവണമെന്നില്ല, സബ്സ്പേസസ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയമുള്ളൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണെന്ന് പഠിച്ചു. അപ്പൊ ഈ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് ആര്? നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് വെക്ടർ സബ്സ്പേസ് ആവും. അതായത് റിയൽ നമ്പർ എന്ന് പറയുന്ന ആളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ട്. ഈ കൗണ്ടിങ് നമ്പേഴ്സിന്റെ കളക്ഷൻ എപ്പോഴെങ്കിലും ഒരു സബ്സ്പേസ് ആവോ? അതായത് R-ന്റെ ഒരു സബ്സ്പേസ് ആവോ? R-ന്റെ ഒരു സബ്സെറ്റ് ആണ് N, ഇത് വെക്ടർ സ്പേസ് ആവോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആരില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അഡിറ്റീവ് ഐഡന്റിറ്റി ഇവിടെ ഉണ്ടോ? 0 എന്ന് പറയുന്ന ആള് കൗണ്ടിങ് നമ്പറിലുണ്ടോ? ഇല്ല അല്ലെ. 0 എപ്പോഴും കൗണ്ടിങ് നമ്പറിന്റെ പുറത്താണുള്ളത് അല്ലെ. 0 എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല, കൗണ്ടിങ് നമ്പേഴ്സിൽ നമ്മൾ 0 ഇല്ല. അതുകൊണ്ട് തന്നെ ഈ N എന്ന് പറയുന്ന സെറ്റ് ആരാവില്ല? നമ്മളുടെ വെക്ടർ സ്പേസ് ആവില്ല, അതായത് സബ്സ്പേസ് ആവില്ല. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഒരു വെക്ടർ സ്പേസിന്റെ ഉള്ളിലെ സബ്സെറ്റ് സബ്സ്പേസ് ആണെന്ന് പറയാൻ ശരിക്കും 10 ആക്സിയംസും വേരിഫൈ ചെയ്യണമെന്നാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ഈ 10 ആക്സിയംസ് വേരിഫൈ ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം ഇതിൽ കുറേ ആക്സിയംസ് എന്താണ്? വിയിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആണ്. ഓക്കെ, സം ഓഫ് ദ ആക്സിയംസ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം വി. അതായത് ഇപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആക്സിയം എടുക്കാം. U + V = V + U അല്ലെ. ഇവിടെ നോക്കുക നിങ്ങൾ, ഇത് വിയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ആക്സിയം ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വെക്ടർ സ്പേസിന്റെ പ്രോപ്പർട്ടി അല്ലെ. അപ്പൊ Wയിലെ എലമെന്റ്സ് വിന്റെ ഉള്ളിലുള്ളതല്ലേ. അപ്പൊ നമ്മൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? U + V = V + U ആണെന്ന്. കാരണം കമ്മ്യൂട്ടേറ്റിവിറ്റി ഇവിടുത്തെ ഈ വിന്റെ ഉള്ളിലെ ഒരു സെറ്റ് അല്ലേ W എന്ന് പറയുന്നത്. അപ്പൊ Wന്റെ എലമെന്റ്സ് എല്ലാം ആര് സാറ്റിസ്ഫൈ ചെയ്യും? കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, അസോസിയേറ്റിവിറ്റി എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ചെക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചിലതും ഉണ്ട്. ഓക്കെ, അത് ഇൻഹെറിറ്റഡ് അല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വേരിഫൈ ചെയ്യേണ്ട കാര്യമില്ല.
ഓക്കെ, അത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ എല്ലാ എലമെന്റ്സിനും എല്ലാ വെക്ടേഴ്സിനും അത് സാറ്റിസ്ഫൈഡ് ആണ്. അതിലൊന്നാണ് ഇത് അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി, അതുപോലെ നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നില്ലേ, അവിടെയൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ചെയ്യണമെന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അതായത് എല്ലാം പറ്റില്ല, ചില കാര്യങ്ങൾ നമ്മൾ നെസസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഇതിൽ 2 എലമെന്റ്സ് എടുത്തു. ഇപ്പം യുവും വിയും നമ്മൾ 2 എലമെന്റ് ഇതിലെടുത്തു. അപ്പൊ യു പ്ലസ് വി എന്ന് പറയുന്ന എലമെന്റ് ഇതിലില്ല എങ്കിൽ പ്രശ്നമില്ലേ, അല്ലെ? യു പ്ലസ് വി എന്ന് പറയുന്ന എലമെന്റ് ഇതിലില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, യു പ്ലസ് വി ഇപ്പൊ എവിടെയാ കിടക്കുന്നതെന്ന് വിചാരിക്കാം, യു പ്ലസ് വി എന്ന് പറയുന്ന ആൾ ഇപ്പുറത്താണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയമാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതൊരു ഡബ്ല്യു എന്ന് പറയുന്നൊരു സബ് സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ആക്സിയം 1 ഹോൾഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാൻ യു എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു, അതുപോലെ തന്നെ കെ എന്ന് പറയുന്നൊരു സ്കെലാർ എടുത്തു. കെ ഇൻറ്റു യു ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്താണ് കിടക്കുന്നെങ്കിലോ അതും പ്രശ്നമാണ്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 0 വെക്ടർ പറഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ നോക്കുക. ഇവിടെ ഡബ്ല്യു, ഇവിടെ ഞാൻ യു എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. ഓക്കെ, അപ്പോൾ -u എന്ന് പറയുന്ന എലമെന്റ് ഇതിന് പുറത്താണെങ്കിലോ അപ്പോഴും പ്രശ്നമാണല്ലേ. അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായി വരുന്ന കുറച്ച് ആക്സിയംസ് ഉണ്ട്, ദാറ്റ് ആർ നോട്ട് ഇൻഹെറിറ്റഡ് ബൈ ഡബ്ല്യു. അങ്ങനെയുള്ള ആക്സിയംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾക്കൊരു വെക്ടർ സ്പേസ് തന്നാൽ അത് സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യമായിട്ട് നമ്മളൊരു 4 ആക്സിയംസ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം, വെരിഫൈ ചെയ്ത് നോക്കണം. ആ ആക്സിയംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആക്സിയംസ് ദാറ്റ് ആർ നോട്ട് ഇൻഹെറിറ്റഡ് ബൈ ഡബ്ല്യു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ, ക്ലോഷർ ഓഫ് ഡബ്ല്യു അണ്ടർ അഡീഷൻ. അതായത് 2 വെക്ടേഴ്സ് എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഡ് ചെയ്യുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെക്ടർ ആ ഡബ്ല്യുവിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ആക്സിയം നമ്പർ 4, എക്സിസ്റ്റൻസ് ഓഫ് 0 വെക്ടർ ഇൻ ഡബ്ല്യു. അതായത് അഡിക്റ്റീവ് ഐഡന്റിറ്റി എവിടെയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഡബ്ല്യു എന്ന് പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ആക്സിയം 5, എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് ഇൻ ഡബ്ല്യു ഫോർ എവറി വെക്ടർ ഇൻ ഡബ്ല്യു. ഡബ്ല്യുവിൽ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ നെഗറ്റീവ് വെക്ടറും അതിന്റെ ഉള്ളിൽ തന്നെ ഡബ്ല്യുവിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ആക്സിയം നമ്പർ 6, ക്ലോഷർ ഓഫ് ഡബ്ല്യു അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മൾ ഡബ്ല്യുവിൽ ഒരു എലമെന്റ് എടുത്ത് ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആളും എവിടെ ഉണ്ടാവണം, നമ്മളുടെ ഡബ്ല്യുവിൽ ഉണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇതൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനും ഇതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 4, 5, 6 എന്ന് പറയുന്ന ആക്സിയംസ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം, അല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് പറഞ്ഞപ്പം അതിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ആക്സിയം നമ്പർ 4 ആണ് നമ്മളവിടെ ചെക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഇൻഡിജേഴ്സ് എടുത്തു, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായിട്ടുള്ള ഇൻഡിജേഴ്സ് എടുത്തു. ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ എന്താവും, വെക്ടർ സ്പേസ് ആവോ ഇല്ലയോ, നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അതായത് R എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഞാനിവിടെ ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ എടുത്തു. ഇൻഡിജേഴ്സിൻ്റെ കളക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ക്ലോഷർ ഓഫ് ഡബ്ല്യു അണ്ടർ അഡീഷൻ. 2 ഇൻഡിജർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ മറ്റൊരു ഇൻഡിജറാണ് കിട്ടുക, അത് ഇൻഡിജറിൽ തന്നെ ഉണ്ടാവും. 0 എന്ന് പറയുന്ന എലമെൻറ്റ് ഇൻഡിജറിലുണ്ട് അല്ലേ. എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് ഇൻ ഡബ്ല്യു ഫോർ എവറി. അതായത് ഇപ്പം ഞാൻ 2 എടുത്താൽ -2 ഇവിടെ ഉണ്ടാവും, 3 എടുത്താൽ -3 ഉണ്ടാവും. എല്ലാ പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യും. ക്ലോഷർ ഓഫ് ഡബ്ല്യു അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യും. അതായത് ഞാൻ ഇപ്പം 6 ആണ് എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു സ്കെലാർ എടുത്തു. സ്കെലാർ ഞാൻ എടുത്തിരിക്കുന്നത് √2 ആണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന സ്കെലാർ 1/3 ആണെന്ന് വിചാരിക്കാം. 1/3 × 2 ചെയ്തു ഞാൻ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, 2/3 എന്ന് പറയുന്ന എലമെൻറ്റാണ് കിട്ടുന്നത്. ഈ 2/3 എന്ന് പറയുന്ന എലമെൻറ്റ് സെഡിലുണ്ടോ, ഇല്ല. അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും നോക്കണം. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം വരുന്നുണ്ട്, പക്ഷേ ഒരു പ്രോപ്പർട്ടി മാത്രം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസസ് വരാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ,
ഇനി നമുക്കൊരു തിയറമാണ് പറയാനുള്ളത്. നിങ്ങൾക്കൊരു ചിത്രം, അതായത് നമുക്കിതിൽ ഒരു സാറ്റിസ്ഫൈ ചെയ്യാത്തതിനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാപ്റ്റർ പേജ് നമ്പർ 192 നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, നമുക്ക് തിയറം നോക്കാം. തിയറം 4.2.1 നമുക്ക് എന്താ പറയുന്നത് നോക്കാം. If W is a set of one or more vectors in a vector space V, then W is a subspace of V if and only if the following conditions are satisfied. If U and V are vectors in W, then U plus V is in W. If K is a scalar and U is a vector in W, then KU is in W. അപ്പോൾ നമ്മളുടെ തിയറം പറയുന്നതാണ് W is a set of one or more vectors in a vector space V. അതായത് V എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ ഒരു സെറ്റാണ് W എന്ന് പറയുന്നത്. അതിൽ ഒന്നോ അതിലധികമോ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്നത് സബ്സ്പേസ് ആവാനുള്ള സഫിഷ്യന്റ് ആൻഡ് നെസസറി കണ്ടീഷൻ ആണ് ഇതിൽ പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് നമുക്ക് പറയുന്നത്. W എന്ന് പറയുന്ന വിയുടെ സബ്സ്പേസ് ആകണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ W എന്തായിരിക്കും? സബ്സ്പേസ് ആയിരിക്കും. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ആ രണ്ട് കണ്ടീഷൻ നോക്കാം. ഇഫ് U ആൻഡ് V ആർ വെക്ടേഴ്സ് ഇൻ W, then U plus V is in W. യുവും വിയും ഡബ്ല്യൂവിൽ വെക്ടേഴ്സ് ആണെങ്കിൽ U plus V യും എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂവിൽ ഉണ്ടാവണം. നെക്സ്റ്റ്, ഇഫ് K is a scalar and U is a vector in W, then KU is in W. K എന്ന് പറയുന്ന ഒരു സ്കെലാർ എടുത്തു, U എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു, KU കണ്ടുപിടിച്ചു. അതും എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂവിൽ ഉണ്ടാവണം. U എന്ന് പറയുന്ന ഡബ്ല്യൂവിലുള്ള ഒരു എലമെന്റിന്റെ കൂടെ KU എന്ന് പറയുന്ന സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞ് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന വെക്ടർ KU അത് എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂവിൽ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? W എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. നിങ്ങൾ നോക്കുക, നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? നമുക്ക് ശരിക്കും എന്ത് ചെയ്താൽ മതി? ഇത് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? W എന്ന് പറയുന്നത് സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ് കേട്ടോ. നിങ്ങൾക്ക് തിയറം പ്രൂഫിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. നമുക്കിത് പ്രൂവ് ചെയ്ത് നോക്കാം. സിമ്പിളാണ് പ്രൂവ് ചെയ്യാൻ. ആദ്യത്തെ പാർട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ചേ. ഈ ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്യാനുണ്ടോ ശരിക്കും? അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സപ്പോസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. സപ്പോസ് W ഈസ് എ സബ്സ്പേസ് ഓഫ് V. Suppose W is a subspace of V. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? യുവും വിയും ഡബ്ല്യൂവിലെ രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ U plus V ഡബ്ല്യൂവിലുണ്ട്. അതുപോലെ തന്നെ യുവും വെക്ടർ ഇൻ W ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണം അല്ലേ. ഇനി W എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്നല്ലേ തന്നത്? V എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഉള്ളിലുള്ള W എന്ന് പറയുന്നതിന്റെ സബ്സ്പേസ് ആണെന്നല്ലേ തന്നത്? W എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്ന് പറയുന്നതിന് മീനിങ് എന്താ? W ഈസ് ഇറ്റ് സെൽഫ് എ വെക്ടർ സ്പേസ് എന്നല്ലേ. അതായത് വെക്ടർ സ്പേസിന്റെ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം? ഡബ്ല്യുവിന്റെ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 1ഉം 6ഉം ഹോൾഡ് ചെയ്യില്ലേ? 1ഉം 6ഉം ആയിട്ടുള്ള ആക്സിയംസ് അല്ലേ നമുക്ക് എയും ബിയും ആയിട്ട് തന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, സപ്പോസ് W ഈസ് എ സബ്സ്പേസ് ഓഫ് V, then all the vector space axioms hold in W. All the vector space axioms hold in W. Okay, including axiom 1 and 6. Including axiom 1 and 6, which are the conditions A and B. അല്ലേ? Hence the proof എഴുതിയാലും മതി കേട്ടോ. Which are precisely conditions A and B. ഈസി ആണ് കേട്ടോ ഇത്. ഒന്നാമത്തെ പാർട്ടിൽ ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കോൺവേഴ്സ്ലി എന്താ? ഈ A, B എന്ന് പറയുന്ന കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ W എന്ന് പറയുന്നത് എന്താണ്? സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയണം. അപ്പം നമുക്ക് തിരിച്ചു നോക്കാം. കോൺവേഴ്സ്ലി assume that conditions
എ ആൻഡ് ബി ഹോൾഡ്സ്. എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? ഡബ്ല്യു എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്ന് പറയണം അല്ലേ? ഡബ്ല്യു എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്ന ഇറ്റ് സെൽഫ് എ വെക്ടർ സ്പേസ് ആണെന്ന് പറയണം. ഡബ്ല്യു എന്ന് പറയുന്ന ഇറ്റ് സെൽഫ് എ വെക്ടർ സ്പേസ് ആണെന്ന് എങ്ങനെയാ പറയുക? നമ്മൾ ആക്സിയംസ് 10 സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ തന്നിരിക്കുന്നത് 1ഉം 6ഉം ആക്സിയം അല്ലേ? അത് നമുക്ക് ഉണ്ട് എന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എഴുതാണ് സിൻസ് ദീസ് ആർ ആക്സിയം 1 and 6. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചില ആക്സിയംസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, തെളിയിക്കേണ്ടതില്ല. കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി പോലെയുള്ളത് നമ്മൾ തെളിയിക്കേണ്ടതില്ല. നമ്മൾ തെളിയിക്കേണ്ടത് 4 എണ്ണങ്ങളാണ്. അതിൽ 2 എണ്ണം 1ഉം 6ഉം ഇതിൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കണ്ടീഷൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്സിയംസ് വിയിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതാം. ആൻഡ് സിൻസ് axioms 2, 3, 7, 8, 9 and 10 are inherited from V. നമുക്കിനി എന്ത് മാത്രം പ്രൂവ് ചെയ്താൽ മതി? 4, 5 ആക്സിയംസ് ഡബ്ല്യൂവിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ മതി അല്ലേ? അപ്പം നമുക്ക് പറയാം വി only need, ഇവിടെ തന്നെ എഴുതിയാൽ മതി അല്ലേ? We only need to show that axioms 4 and 5 in W. ഓക്കെ, അപ്പം നമുക്ക് എന്ത് മാത്രം പ്രൂവ് ചെയ്താൽ മതി? 4, 5 ആക്സിയംസ് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എ ബി എന്ന് പറയുന്ന കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എ ബി എന്ന് പറയുന്ന കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആക്സിയം 1ഉം 6ഉം ആണ് അവിടെ തന്നിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന സെറ്റ് ആക്സിയം 1ഉം 6ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സബ്സെറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട കേസിൽ നമ്മൾ 4 എണ്ണം മാത്രം ചെക്ക് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഇൻഹെറിറ്റഡ് ഫ്രം വി ആണ് എന്നുള്ളത്. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമുക്ക് ആകെ റിമൈനിങ് ആയിട്ടുള്ളത് 2 എണ്ണമാണ്. അത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ദസ്, അതായത് ഈ ആക്സിയം 4ഉം 5ഉം കൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് യു ബി എനി വെക്ടർ ഇൻ ഡബ്ല്യു. ലെറ്റ് യു ബി എനി വെക്ടർ ഇൻ ഡബ്ല്യു. ഓക്കെ, യു എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു. ബൈ കണ്ടീഷൻ ബി നമുക്കറിയാം, നമുക്ക് 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ബി കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? കെ യു ഈസ് എ വെക്ടർ ഇൻ ഡബ്ല്യു എന്ന് പറയാലോ. കെ യു ഈസ് എ വെക്ടർ ഇൻ ഡബ്ല്യു എന്ന് പറയാം ഫോർ എവറി സ്കെലാർ കെ. ഫോർ എവറി സ്കെലാർ കെ നമുക്ക് തന്നിട്ടുണ്ട് ഈ കണ്ടീഷൻ. അപ്പോൾ യു എന്ന് പറയുന്നൊരു വെക്ടർ എടുത്താൽ എന്തുണ്ടാവും? അതിലെ ഏതൊരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും അത് ഡബ്ല്യു തന്നെ ഉണ്ടാവും ഫോർ എവറി സ്കെലാർ കെ. ഏതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാണല്ലോ. സ്കെലാർ കെ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തും കൂടെ പറയാം. നമ്മൾ എന്തായിരുന്നു നമ്മളെ 2 കണ്ടീഷൻസ്? ഒന്ന് അഡിറ്റീവ് ഐഡന്റിറ്റിയും അതുപോലെ തന്നെ നെഗറ്റീവ് എലമെന്റും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിനായിട്ട് യു എന്ന് പറയുന്നത് ഒരു വെക്ടർ എടുത്തു. കണ്ടീഷൻ ബി അനുസരിച്ച് നമുക്ക് പറയാം കെ യു എന്ന് പറയുന്ന വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും? ഫോർ എനി സ്കെലാർ കെ യു ഈസ് ഇൻ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഇൻ പെർട്ടിക്കുലർ കെനെ ഞാൻ 0 ആയിട്ട് ചൂസ് ചെയ്തു. ഇൻ പെർട്ടിക്കുലർ 0u വിച്ച് ഇസ് ഈക്വൽ ടു 0. നമ്മളിത് എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ തിയറം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ സ്പേസ്. 0 എന്ന് പറയുന്ന സ്കെലാർ ഇൻറ്റു യു എന്ന് പറയുന്ന വെക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ 0 എന്ന് പറയുന്ന വെക്ടറാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു.
അപ്പോൾ 0 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു 0. ഇത് എവിടെ ഉണ്ട്? ഡബ്ല്യൂനുണ്ട്. കാരണം ഒരു സ്കെലാർ കൊണ്ട് യുവിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എവിടെ ഉണ്ടെന്ന് നമുക്കറിയാം, ഡബ്ല്യൂലുണ്ടെന്ന് അറിയാം. സോ ഈ 0 വെക്ടർ എവിടെ ഉണ്ട്? ഡബ്ല്യൂലുണ്ടെന്ന് അറിയാം. ഓക്കെ, അതുപോലെ തന്നെ കെ യു എന്ന് പറയുന്നതിൽ ഞാൻ ഇവിടെ കെ ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഞാൻ കെ ഈക്വൽ ടു -1 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? -1 ഇൻറ്റു യു. നമ്മൾ തൊട്ട് മുമ്പ് പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ സ്പേസ് പഠിച്ചപ്പോൾ -1 ഇൻറ്റു യു എന്താണെന്ന് നമ്മൾ പഠിച്ചു, -u ആണെന്ന് പഠിച്ചു. അതും ബിലോങ്സ് ടു ഡബ്ല്യു അല്ലേ? കാരണം കെ എന്ന് പറയുന്ന ഏതൊരു സ്കെലാർ ഇവിടെ കെ ഈക്വൽ ടു -1 ആയിട്ട് എടുത്തു. ഇങ്ങനെയാണെങ്കിൽ കെ യു എന്ന് പറയുന്ന വെക്ടർ എവിടെ ഉണ്ടാവും? ഡബ്ല്യൂലുണ്ടാവും. അതുപോലെ തന്നെ -1 ഇൻറ്റു യു എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂലുണ്ടാവണം. അതുകൊണ്ട് തന്നെ -u എന്ന് പറയുന്ന എലമെന്റ് എവിടെയുണ്ട്? ഡബ്ല്യൂലുണ്ട്. അതായത് ഇതിന്റെ മീനിങ് എന്താ? ആക്സിയം 4 and 5 hold in W. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം W is itself a vector space. ഓക്കെ, ഒരു സബ്സെറ്റ് എന്തായിട്ട് മാറി? ഒരു സബ് സ്പേസ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മളുടെ തിയറം പ്രൂഫ്. ഞാൻ ഒരുപാട് നീട്ടി വലിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി കുറേ എക്സാമ്പിൾസ് ആണ് നമുക്ക് പറയാനുള്ളത്, അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.